എൻ്റെ പേര് ഷെറിൻ വർഗീസ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 30 ഏപ്രിൽ 2023 എൻ്റെ വിവാഹം 2022 ഏപ്രിൽ 24 പഠിക്കുന്ന സമയമായിരുന്നുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് മതി എന്നൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ പല കാരണത്താൽ ആ തീരുമാനത്തെ ഞങ്ങൾ മാറ്റി. പക്ഷേ ഞങ്ങൾക്ക് ആകുന്നില്ല, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആകുന്നില്ലായിരുന്നു. അങ്ങനെ 2023 ഏപ്രിൽ ലാസ്റ്റ് പീരീഡ്സ് വരുന്ന സമയത്ത് എനിക്ക് നല്ല പെയിനുള്ള ഒരാളാണ്. ഏകദേശം ഒരു 3 ദിവസം വരെ എനിക്ക് പെയിനുണ്ട്. അന്നും നല്ല പെയിനായിരുന്നു. 4ാമത്തെ ദിവസമായിട്ടും എനിക്ക് പെയിനൊന്നും കുറയുന്നില്ല. ഞാൻ ബാത്റൂമിൽ തന്നെ ഇരിക്കുന്നു. അപ്പം എൻ്റെ ഒരു ആൻറ്റി വീട്ടിലുണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞു, നീ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം, ഇതെന്താ റീസൺ എന്ന് അറിയണമെന്ന് പറഞ്ഞു. ഞങ്ങളന്ന് പിറ്റേ ദിവസം 26-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അന്ന് സ്കാൻ ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റ് ഉണ്ട്, അതിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്രസും എല്ലാം നല്ല ഒട്ടിപ്പിടിച്ച് ഇരിക്കുവാന്നാണ് പറഞ്ഞത്. അപ്പം ഒരു ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞ സർജറി ചെയ്യാതെ ഇതൊരു നാച്ചുറൽ പ്രഗ്നൻസി പറ്റില്ല എന്നായിരുന്നു ആദ്യത്തെ റിസൾട്ട്. രണ്ടാമത് ഞങ്ങൾ ഡോക്ടറെ കണ്ടു, ഹോമിയോ ഡോക്ടറെയാണ് കണ്ടത്. സാറ് പറഞ്ഞ ഒരു പ്രശ്നമില്ല, ഒരു 3 മാസത്തേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാറ് കൂടത്തിൽ വേറൊരു കാര്യത്തോട് കൂട്ടി ചേർത്തു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സർജറി ചെയ്യേണ്ടി വരത്തില്ല, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഇതുകൂടെ അറിയാൻ വേണ്ടി ഞങ്ങൾ 3ാമതൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. 3ാമത് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇത് തന്നെ സെയിം ഒപ്പീനിയൻ തന്നെയായിരുന്നു. സർജറിയാണ് അവർ പറഞ്ഞത്, അല്ലെങ്കിൽ 6 മാസത്തേക്ക് പീരീഡ്സ് നിർത്തി നമുക്ക് മെഡിസിൻ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളത് കേട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 1 മാസമേ മെഡിസിൻ ഞങ്ങൾ കഴിച്ചുള്ളൂ. ഏപ്രിൽ 30 ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. മെയ് 1 മുതൽ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചു. പള്ളിയിൽ ദിവസേ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ മെയ് 1 മുതൽ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെയ് 9 തൊട്ടൊരു സാക്ഷ്യം കേട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ മെയ് 9 മുതൽ ഞാൻ ഉപ്പ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നും രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ദിവസേന മെയ് വണക്കമാസം ആയതുകൊണ്ട് തന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിൽ പോയി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പല ദിവസങ്ങളും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സങ്കടം കൊണ്ട് പ്രാർത്ഥന മുഴിക്കാതെ എപ്പോഴും എന്നും സങ്കടത്തോടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. നോർമലി പീരീഡ്സ് വരുന്ന ഡേറ്റിൽ പീരീഡ്സ് ആയില്ല. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. സാറ് പറഞ്ഞു കുഴപ്പമില്ല, നാച്ചുറലി ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡോക്ടറെ കണ്ടു. ജൂൺ 10 ഞാൻ കാശുരൂപമായിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് കിറ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡോക്ടർ എന്നോട് പറയണം, ഡോക്ടർ പറയുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കിറ്റ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ സാറിനെ കണ്ടപടി മെഡിസിൻ എല്ലാം എഴുതി. പക്ഷെ ഞാൻ കാശുരൂപത്തിൽ നോക്കി പ്രാർത്ഥിച്ച, അമ്മ ഈ പ്രാവശ്യം എനിക്ക് തന്നില്ലല്ലേ, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. സാറ് പെട്ടെന്ന് തിരിച്ചിട്ട് പറഞ്ഞു, കിറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻ എടുക്കാം. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു. കിറ്റ് ടെസ്റ്റ് രാവിലെ എഴുന്നേറ്റു. ഞാൻ എൻ്റെ കിറ്റിൽ ഉടമ്പടി തൈലം പൂശുകയും എൻ്റെ ഉടമ്പടി കാശുരൂപ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ജൂൺ 11-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തു. എനിക്ക് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് കാണിച്ചു. ജൂൺ 13 ഞാനൊരു ഗൈനക്കിനെ കണ്ട് ഞങ്ങൾ സ്കാനിങ് ചെയ്തു. അന്ന് 6 ആഴ്ചത്തെ പ്രായം. ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് 45-ാമത്തെ ദിവസമാണ് ഞാൻ പോയി സ്കാൻ ചെയ്യുന്നത്. അന്ന് എൻ്റെ കുഞ്ഞിന് 42 ദിവസത്തെ പ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വലിയൊരു അനുഗ്രഹം ജൂൺ 13 അമ്മ ഞങ്ങൾക്ക് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാ മാസത്തെ സ്കാനിങ്ങും കറക്റ്റായി പോയി. 5-ാം മാസം വരെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. 7-ാം മാസമായപ്പോൾ 3 കോടി ചുറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഓരോ ആഴ്ചയിലും ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കറക്റ്റായി പോയി. അന്നപ്പോഴൊന്നും കൊച്ചിന് ഹാർട്ട് ബീറ്റോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മൂവ്മെൻറ്റ്സൊക്കെ കുറവായിരുന്നു. രാത്രി കാലങ്ങളായിരുന്നു കൂടുതൽ മൂവ്മെൻറ്റ്സ്. എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോയി. ഞങ്ങളങ്ങനെ ലാസ്റ്റ് ജനുവരി 4-ാം തീയതി ഞങ്ങൾ ലാസ്റ്റ് ചെക്കപ്പും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതാണ്. പെട്ടെന്ന് രാത്രിക്ക് എനിക്കൊരു പെയിൻ വന്നു. ചെറിയ പെയിനായിരുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞു. അവരെന്നെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരെന്നെ എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ നോക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞങ്ങൾ ആംബുലൻസിൽ പോകുമായിരുന്നു. പക്ഷേ ആംബുലൻസിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നല്ലതായിട്ട് കുറയുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മ പ്രതീക്ഷപ്പെട്ട ഈ ആൾക്കാർക്ക് മുന്നേ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വന്നോളാം, എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നു. പക്ഷെ അവർ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷനാണ്, അല്ലാതെ ഇത് ഡെലിവറി പെയിൻ ഒന്നും അല്ല എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ്
അവർ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഡെലിവറി പെയിൻ. എൻ്റെ യൂട്രസ് ഒന്നും കൺട്രാക്റ്റ് ആയിരുന്നു, പക്ഷേ എൻ്റെ വയറൊന്നും ടൈറ്റ് ആവാഞ്ഞുകൊണ്ട് മനസ്സിലായില്ല. ഡെലിവറി പെയിൻ ആണെന്ന് മനസ്സിലായി. ഡെലിവറി അവർ പെട്ടെന്ന് സിസേറിയൻ ചെയ്തു. കാരണം കുഞ്ഞിന് കോടി ചുറ്റിയിട്ട് കുഞ്ഞിന് തിരിഞ്ഞു വരാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കുറച്ച് ഹാർട്ട് ബീറ്റ് ലോ ആയിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിനെ 4 മണിക്കൂർ NIC വെച്ചുള്ളൂ. ഇപ്പോൾ അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു. ബർത്ത് വെയ്റ്റ് വളരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ ഏഞ്ചൽ മരിയ എന്നാണ് കുഞ്ഞിൻ്റെ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് ഞങ്ങളുടെ വലിയൊരു അനുഗ്രഹമാണ് തന്നത്. പിന്നെ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ പ്രഗ്നൻസി ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റ് ആയിരുന്നുകൊണ്ട് അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം എല്ലാവർക്കും പത്രങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പിന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള സഹായം പറ്റുന്നവർക്ക് ആവുന്ന രീതിയിൽ മരുന്ന് വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ കൊടുത്തു. പിന്നെ ആത്മീയ ജീവിതത്തിലുണ്ടായൊരു മാറ്റം, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ നല്ല രീതിയിൽ എൻ്റെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്ന അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനമായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. എനിക്ക് ചൊവ്വാഴ്ച പൂർണ്ണമായി ഇത് കൂടാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാനിത് കൂടില്ല. കാരണം എനിക്ക് പൂർണ്ണമായിട്ടും കൂടണം. ബുധനാഴ്ച എനിക്ക് പറ്റുന്ന ദിവസം ഞാൻ പൂർണ്ണമായിട്ടും അത് ഞാൻ കേൾക്കുകയും അതിൽ നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും, സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെ നല്ലൊരു ആത്മീയ ജീവിതം എനിക്ക് ഈ ഉടമ്പടിയിലൂടെ എടുക്കാനായിട്ട് സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തൃക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനം 50:14. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി. ഷെറിനും കുടുംബവും വളരെ വിഷമത്തോടെയാണ് ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയത്. 3 ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് സർജറിയാണ്. എന്നാൽ അത് കഴിഞ്ഞൊരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ ഡോക്ടറാണ് ഇങ്ങോട്ടേക്ക് വിടുന്നത്. ആ ഡോക്ടർ നല്ല വിശ്വാസമുള്ള ഡോക്ടറായിരുന്നു. രോഗികളുടെ വൈദ്യനാണ് ഈശോ. ഇവിടെ യാതൊരു സർജറിയും നടക്കാതെ തന്നെയാണ് ഈ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നത്. വിശ്വാസം പ്രഖ്യാപിച്ച് കൂടുതൽ സ്നേഹത്തോടെ നമ്മൾ ദൈവത്തിനടുക്കലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറുകയാണ്. ഷെറിൻ പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ ആ സമയത്ത് പറ്റില്ലായിരുന്നെങ്കിലും ആ സമയത്ത് ചെയ്യാൻ പറ്റിയിരുന്നത് ആ ഉടമ്പടി ധ്യാനമെല്ലാം വളരെ ഭക്തിയോടെ കൂടുമായിരുന്നു. എത്രമാത്രം ദൈവസ്നേഹത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ദൈവസ്നേഹത്തോടുകൂടി കർത്താവിനെ സമീപിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഇടപെട്ട് നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.